Good afternoon, Miss. Good afternoon. Good Good afternoon. afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഓക്കെ. Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ അങ്കിത. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? വൈറ്റമിൻസിന്റെ പേരുകൾ എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല മാം. ഇല്ലേ? അപ്പൊ നിങ്ങളോടല്ല പറഞ്ഞതല്ലേ? ഇല്ല മാം. നമ്മൾ ചാപ്റ്റർ അത് കംപ്ലീറ്റ് ആയിട്ടല്ലോ മാം. സേഫ്റ്റി വരെ ആയതേ ഇല്ലൂ. സേഫ്റ്റി വരെ ആയതേ ഉള്ളൂ അല്ലേ? യെസ് മാം. ഹെൽത്ത് കെയറിന്റെ സേഫ്റ്റി ഫിനിഷ് ചെയ്തോ? സേഫ്റ്റി ഫിനിഷ് ചെയ്തു. ഇനി അടുത്തതാണ് എടുക്കാനുള്ളത് അല്ലേ? ഓക്കെ. നമുക്ക് ആദ്യം ഒന്ന് പ്രയർ ചെയ്യാം. പ്രയർ ചെയ്യാം. ആരാ പ്രയർ ചെയ്യുന്നേ? ഞാനാണ് മിസ്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിൻ ഉറവേ കാട്ടിൽ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോ ഹൃദയസ്ഥിതാ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോ താങ്ങായി തണലായി ദിവ്യൗഷധിയായി താതാ നാദാ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ വന്യജീവിയിൽ വനചരനിൽ ജീവബിന്ദുവിൻ നമതം തൂകിയ ലോകപാലക ജഗദീശ ആനന്ദത്തിൽ അരുണകിരണമായി അന്ധകാരമിതിൽ അവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു മിസ്. ഓക്കെ. നൈസ് ആയിരുന്നു കേട്ടോ. ഓക്കെ. സൈൻ ഇൻ ആരാണ്? സൈൻ ഇൻ ഞാൻ മാം. Good afternoon, ma'am, and good afternoon, everyone. Welcome to today's class. Let's make this class so engaging. We forget it's a weekday. It's time to wake up and learn. Let's enjoy our class with our lovely teacher, Ashwati ma'am. Last class we discussed about safety, how safely from danger, keep our kids from dangerous items and medicine. If you have any questions, ask freely. And thank you, ma'am. Thank you. Then thought of the day. ഞാനാണ് മാം. Good afternoon, ma'am. Thought of the day. The biggest sources of motivation are your own thoughts. So think big and motivate yourself to win.
പ്രചോദനത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം നിങ്ങളുടെ സ്വന്തം ചിന്തയാണ്. അതിനാൽ വലുതായി ചിന്തിക്കുക, വിജയിക്കാൻ സ്വയം പ്രചോദിപ്പിക്കുക. താങ്ക് യു മാം. ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് എടുത്തിട്ടില്ലല്ലോ, അതിന് നിങ്ങളോട് വായിക്കാൻ പറഞ്ഞായിരുന്നോ ഞാൻ? ഇല്ല. ഓക്കെ. എന്താണ്? ആക്ഷൻ സോങ് ഉണ്ട്. ആക്ഷൻ സോങ് ഉണ്ടോ? ഓക്കെ ഓക്കെ, ചെയ്തോളൂ. ആക്ഷൻ സോങ് ചെയ്തോളൂ. കാണാമോ മാം? ആ കാണാം. One finger, tap, tap, tap. Two finger, cuts, cuts, cuts. Three finger, bend, bend, bend. Four finger, cross, cross, cross. Five finger, clap, clap, clap. Thank you, ma'am. Okay, very good. ടീച്ചറിന്റെ ഓഡിയോ മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ, വീഡിയോ കാണുന്നില്ല. വീഡിയോ കാണുന്നില്ലേ? എനിക്ക് കാണുന്നില്ല. ഇപ്പൊ ആക്ഷൻ സോങ്ങിന്റെ വീഡിയോ ഞാൻ ഒന്ന് ലീവായിട്ട് കേറി നോക്കിയേ. ഇല്ല, എനിക്കും കാണാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? രണ്ടുപേരും വിളിച്ച് കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? എന്തെങ്കിലും റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്ന് റീജോയിൻ ചെയ്തേ, നോക്കാം. ഇവിടെ വീഡിയോ ഓഡിയോ ഓണാണ്. കാണാൻ പറ്റാത്തവരെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ. ആരെങ്കിലും പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്യാവോ? പേജ് നമ്പർ 28 ആണ് കേട്ടോ പേജ് നമ്പർ. ഓക്കെ. ഓക്കെ, അപ്പോ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് ആണ്. എല്ലാവരും ഒന്ന് മൈൻഡിലൊന്ന് റീഡ് ചെയ്യാം, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണെന്ന് കേട്ടോ. ഓക്കെ. റീഡ് ചെയ്തു. ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞു തരാം, എന്നാലും നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ. ആർക്കും മനസ്സിലായില്ല? മിസ്സേ, ഞാൻ പറയാം, ശരിയാണോന്ന് എനിക്കറിയില്ല. കാര്യമില്ല, പറഞ്ഞോളൂ. തെറ്റാണെങ്കിലും കുഴപ്പമില്ല. ഈ 0 തൊട്ട് 3 വയസ്സുള്ള കുട്ടികളെ പോലെ തന്നെ 3 തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും പോഷകാഹാരങ്ങൾ ആവശ്യമാണ്. പിന്നെ പോഷകാഹാരം, നല്ല പോഷണമുള്ള ഒരു കുട്ടിക്ക് സാധാരണ ഒരു വെയിറ്റ് ഉണ്ടാവും. അവര് രാത്രിയിൽ നന്നായി ഉറങ്ങുന്നവരാണ്
പ്രകോപിതരല്ല. പിന്നെ നല്ല ശ്രദ്ധയും വിശപ്പും പിന്നെ സാധാരണ മലവിസർജനമൊക്കെ ഉള്ള കുട്ടികളായിരിക്കും. പിന്നെ അവരുടെ കണ്ണുകൾക്ക് നല്ല തിളക്കം ഉണ്ടാവും. പല്ലുകള് വെളുത്തതും നല്ല ക്ലീൻ ആയിട്ടുള്ള ആയിരിക്കും. പിന്നെ സ്കിന്നൊക്കെ ഭയങ്കര നൈസായിട്ട് ഉള്ളവരായിരിക്കാം. പിന്നെ അവർക്ക് നല്ല ശാരീരികമായിട്ട് അവർക്ക് വൈകല്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെയായിരിക്കും. ഇത്രയും എനിക്ക് മനസ്സിലായത്. അതായത് ഇവിടെ പറയുന്നുണ്ട്, പാരഗ്രാഫിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 0 to 3 years ഏജ് ഗ്രൂപ്പുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ 3 to 6 years പ്രായമുള്ള കുട്ടികൾക്കും ഒരുപോലെ തന്നെ എന്തിന്റെ ആവശ്യമുണ്ട്? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിന്റെ ആവശ്യകത ഉണ്ട്. ഇപ്പോ നമുക്കിപ്പോ കുട്ടികൾക്കൊക്കെ നമ്മള് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അവരിൽ ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. അത് കൊടുക്കുന്നതിന്റെ എഫക്റ്റ് അവരുടെ ബോഡിയിലോ ഫേസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ എന്താ പറയാ അവരുടെ സ്കിന്നിന് അല്ലെങ്കിൽ അവരുടെ ഹെയറിന് അവരുടെ ശരീരത്തിലെ എല്ലാ തരത്തിലുള്ള മൂവ്മെന്റ്സിനും എന്താ പറയാ എഫക്റ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഈ ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുമ്പോൾ കുട്ടികളുടെ ശരീരത്തിൽ അത് കാണാനായിട്ട് സാധിക്കാം. അപ്പൊ ഒരു വെൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ, അതായത് വെൽ ന്യൂട്രീഷ്യസ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ ആ കുട്ടിക്ക് ഉയരത്തിനനുസരിച്ചിട്ടായിരിക്കും ഭാരം ഉണ്ടായിരിക്കുക. ആ കുട്ടിയുടെ ഹൈറ്റിനും ആ കുട്ടിയുടെ പ്രായത്തിനും അനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണ് ആ കുട്ടിക്ക് ഉണ്ടാവുക. പിന്നെ കുട്ടി എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കും. നമ്മൾ ചില കുട്ടികളെ കാണാറുണ്ട്, ചില കുട്ടികൾ നല്ല ആക്റ്റീവ് ആയിരിക്കുള്ളൂ. പക്ഷെ മറ്റു ചില കുട്ടികൾ എന്ന് പറഞ്ഞാല് ഉറക്കം തൂങ്ങിയിരിക്കുക, അതുപോലെ തന്നെ മറ്റു കളികളിൽ, അതായത് പല പല ഗെയിംസ്, പല പല കളികളൊക്കെ കുട്ടികൾ കളിക്കാറുണ്ടല്ലോ, അതിലൊന്നും ഏർപ്പെടാതിരിക്കുക, അതുപോലെ തന്നെ സ്റ്റഡീസിൽ വേണ്ട വിധം കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾ നമുക്ക് ആക്റ്റീവ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഏത് സമയം കളിച്ച് ചിരിച്ച് നടക്കുന്ന കുട്ടികളെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും കുട്ടിക്ക് വെൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കണ്ടന്റ് കുട്ടിയുടെ ശരീരത്തിൽ എത്തുന്നതിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുക. ഓക്കെ, ഹാപ്പി ആയിട്ടായിരിക്കും കുട്ടികൾ ഉണ്ടാവുക ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതില്. പിന്നെ ക്യൂരിയസ് ആയിട്ടായിരിക്കും ഇരിക്കുക. രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങും. ചില കുട്ടികളുണ്ട് രാത്രിയിൽ ഇടയ്ക്കിടെ ഉണരുന്നത് കാണാനായിട്ട് സാധിക്കും അല്ലെ? നിങ്ങളുടെ കുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇടയ്ക്ക് ഉറക്കം ഉണരാറുണ്ടോ? ആരുമില്ല. നന്നായിട്ട് കിടന്നുറങ്ങുന്ന കുട്ടികളാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത് അല്ലെ? ഇപ്പോഴും കറക്റ്റ് ആയിട്ട് ഉറങ്ങും. മുന്നേ ഒരു 1 to 3 years വരെ ഉറക്കം വളരെ കുറവായിരുന്നു അല്ലെ? അപ്പൊ എന്തെങ്കിലും കണ്ടന്റിന്റെ കുറവ് കൊണ്ടായിരിക്കാം ആ ഒരു ഉറക്കക്കുറവും കാര്യങ്ങളും ഒക്കെ കുട്ടികളിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികൾ, ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കണ്ടന്റ് കിട്ടുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങുന്ന കുട്ടികളായിരിക്കും. പിന്നെ അവർക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു ചെയ്യുന്ന കാര്യത്തിൽ അതിപ്പോ ഒരു കളി, എന്തെങ്കിലും ഒരു ഗെയിം കളിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റഡീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണെങ്കിലോ നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന കുട്ടികളായിരിക്കും ഇവര്. അതുപോലെ തന്നെ അവർക്ക് വിശപ്പ് ഉണ്ടാകും. അതായത് വിശക്കുന്ന സമയത്ത് അവര് നമ്മളോട് ചോദിക്കും, അമ്മ എനിക്ക് വിശക്കുന്നു, എനിക്ക് ഫുഡ് വേണം എന്നവര് ചോദിച്ച് പിന്നാലെ വരും. നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട ആവശ്യമൊന്നും അവർക്ക് വരുന്നില്ല. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ആ സമയം ആവുമ്പോഴും രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി അല്ലെങ്കിൽ വൈകി ഈവനിങ് ടൈം, ഈ സമയത്തൊക്കെ അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അവര് നിങ്ങളോട് താനെ ചോദിച്ച് വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ യൂറിൻ ശരിയായിട്ട് പാസ് ചെയ്യും. അതുപോലെ സ്റ്റൂള്, മലമൂത്ര വിസർജനം ശരിയായിട്ട് പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടാവും കുട്ടികൾക്ക്. ഇതൊക്കെ നമുക്ക് കുട്ടികളുടെ ഒരു എന്താ പറയാ ന്യൂട്രീഷ്യസ് കണ്ടന്റ് ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ടുള്ള കണ്ടന്റ്സ് ആണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവരുടെ കണ്ണുകൾ എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ളതായിരിക്കും. നല്ല തിളക്കമുള്ള കണ്ണുകളായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. കുട്ടികളുടെ കണ്ണുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം,
നമ്മളെ പോലെയുള്ള കണ്ണുകളാണോ അവരുടെ ഇത്? എന്താണ് അവരുടെ കണ്ണുകളുടെ പ്രത്യേകത? വലിയവരുടെ കണ്ണുകളാണോ കുട്ടികൾക്ക്? അല്ല. അല്ല അല്ലേ? നല്ല ഷൈനിങ് ആയിരിക്കില്ലേ കണ്ണ്? നല്ല തിളക്കം ഉണ്ടാവില്ലേ? ഓക്കെ. അതുപോലെ തന്നെ എന്താ പറയാ, മുടി നല്ല ഷൈനിങ് ആയിരിക്കും. വലിയവരുടെ മുടി പോലെയാണോ കുഞ്ഞുങ്ങളുടെ മുടി? നല്ല തിളക്കമുള്ള മുടിയായിരിക്കില്ലേ? ഷൈനിങ്ങോട് കൂടിയ മുടിയായിരിക്കില്ലേ? നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണാറുണ്ട് അല്ലെ? ക്ലിനിക് പ്ലസിന്റെ പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. അതിനകത്ത് കുട്ടികളുടെ മുടി അല്ലെങ്കിൽ അമ്മമാരുടെ മുടി ഇതുപോലെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോ അത്തരത്തിൽ, അതായത് നല്ല രീതിയിൽ ഡാമേജ് ഒന്നും സംഭവിക്കാത്ത ഹെയർ ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ടീത്ത് നല്ല വെളുത്തതായിരിക്കും. അവരുടെ പല്ലെന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ വെളുത്തിട്ടായിരിക്കും ഇരിക്കുക. ചില കുട്ടികളുണ്ട് ചോക്ലേറ്റ്സ് അധികമായിട്ട് കഴിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ പല്ല് എങ്ങനെയാണ് ഇരിക്കുക? ചോക്ലേറ്റ്സ് കൂടുതലായിട്ട് കഴിക്കുന്ന കുട്ടികളുടെ പുഴുപ്പല്ലൊക്കെ അതായത് കേട് വന്ന ഡാമേജ് വന്ന പല്ലുകളായിരിക്കും അല്ലെ അത്. ഇത് അങ്ങനെയല്ല. നല്ല നമ്മള് ചെറിയ ചെറിയ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന ജൂനിയർ, അതായത് കുട്ടികളുണ്ടല്ലോ, ആക്ട്രസ്മാരുണ്ടല്ലോ, കുട്ടികള്. അപ്പോ അവരെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അത്തരത്തിലുള്ള കുട്ടികളെയാണ് അവർ കൂടുതലായിട്ട് എടുക്കുന്നത്. നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ നല്ല സ്മൈലി ആയിട്ടുള്ള കുട്ടികളൊക്കെയാണ് അവർ കൂടുതലായിട്ട് അഭിനയിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എന്താ പറയാ, അവരുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മുടെ സ്കിന്നൊക്കെ ടച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഹാർഡായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. കാരണം പ്രായത്തിനനുസരിച്ച് സ്കിന്നിന്റെ ഇതിലൊക്കെ വ്യത്യാസം വരും. പക്ഷെ കുട്ടികളുടെ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും അല്ലെ? ചെറുപ്പത്തിലേ തുടങ്ങി, അതായത് കുഞ്ഞ് ജനിച്ചു വീഴുന്നത് മുതൽ കുഞ്ഞിന് ഒരു വയസ്സ് ആകുന്നത് വരെ, ഒരു വയസ്സെന്ന് പറഞ്ഞാല് ഇത്ര വയസ്സൊരു എന്താ പറയാ കുട്ടിയുടെ ആ ഒരു എന്താ പറയാ ചെറുപ്പകാലം തീരുന്നത് വരെ, അല്ലെങ്കിൽ ആ ഒരു ഏജ് വരെ, ഇപ്പൊ 6-7 വയസ്സ് വരേക്ക് കുട്ടികൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? തൊട്ട് നോക്കിയിട്ടുണ്ടോ? നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലെ സ്കിന്ന്. നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനെ സ്കിൻ ചെയ്തിരുന്നെങ്കിലെന്ന് നമ്മൾക്കും അങ്ങനെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലെ. പക്ഷെ നമ്മൾ വലുതാകുമ്പോഴത്തോളമാണ് സ്കിന്നിന് ഡാമേജ് പറ്റിയിട്ട് നമ്മുടെ സ്കിന്ന് ഹാർഡ് ആവുന്നത്. ഓക്കെ. കുട്ടികളുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും. അതുപോലെ ചെറുതായിട്ട് നനവുണ്ടാകും. ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ചൂടല്ല ഉണ്ടാവുക. അവരുടെ ശരീരത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നനവ്, ഒരു കോളിങ് അനുഭവപ്പെടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? എന്ത് മാം? അതായത് ചെറിയ രീതിയിൽ കൂളിംഗ് ഉണ്ടാവും നമ്മുടെ അവരുടെ ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ. സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താ പറയാ കൂളിംഗ് ഉണ്ടാവും. നമ്മുടെയൊക്കെ ശരീരത്തിൽ ചില സമയത്ത് തൊട്ട് നോക്കിയാൽ ഭയങ്കര ഹോട്ട് ചൂടായിരിക്കും അല്ലെ? പക്ഷെ കുട്ടികളുടെ ബോഡിയിൽ അങ്ങനെ ഉണ്ടാവില്ല. എപ്പോഴും അവരുടെ ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കൂളിംഗ് ടെമ്പറേച്ചർ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ആ ഒരു പ്രത്യേകതയും കൂടി കുട്ടികളുടെ സ്കിന്നിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ മോണ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ പല്ലിന്റെ മുകൾ ഭാഗത്ത് കാണുന്നത് ആ ഒരു സംഭവം പിങ്ക് നിറത്തിലായിരിക്കും ഉണ്ടാവുക. പിങ്ക് കളറിലായിരിക്കും ആ മോണ ഉണ്ടാവുക അല്ലെ? നമ്മള് ചിരിച്ച് കഴിഞ്ഞാല് നമുക്കറിയാൻ പറ്റും. നിങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണാടി ഒന്ന് പോയി നോക്കുക, എന്നിട്ട് സ്മൈൽ ചെയ്യുക. അപ്പൊ മോണ എന്ത് കളറിലാണെന്നൊന്ന് നോട്ടീസ് ചെയ്യുക. എന്ത് കളറിലാണ് നിങ്ങളുടെയൊക്കെ മോണ ഇരിക്കുന്നത്? പല്ലിന്റെ മുകൾ ഭാഗം എന്താണ്? സോറി മാം, വീഡിയോ സ്റ്റക്ക് ആണ്. എന്റെ പ്രോബ്ലം അല്ല, എല്ലാവർക്കും ഉണ്ടോ? എന്താണ്? വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ട്. വീഡിയോ സ്റ്റക്ക് ആവുന്നോ? വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ടോ? ഇല്ല മാം, പ്രോബ്ലം ഒന്നുമില്ല. പ്രോബ്ലം ഒന്നുമില്ല അല്ലേ? ലെഫ്റ്റ് ആയിട്ടൊന്ന് ക്ലിയർ ആക്കിയതാ. ഓക്കെ. അപ്പോ നമ്മൾ ചിരിച്ചു കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു മോണയുടെ കളർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ നല്ല പിങ്ക് കളറിലായിരിക്കണം. ചിലവരുടേത് അറിയാൻ പറ്റും വെളുത്ത കളറായിരിക്കും. വല്ലാതെ വെളുത്തിരിക്കുന്നത് കാണാം. അത് ബ്ലഡിന്റെ കുറവ് മൂലമാണ് അങ്ങനെ ഉണ്ടാവുന്നത്. ചിലവർക്ക് ബ്ലാക്ക് കളർ ആയിരിക്കും. എന്തെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും അത് ഉണ്ടാവുന്നത്. വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും
ബ്ലാക്ക് കളർ ഉണ്ടാവുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നോട്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ കുട്ടികളുടെ ആ ഒരു കളർ എന്ന് പറയുന്നത് പിങ്ക് കളറുള്ളതായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ മെയിൻ്റനൻസിനും അതുപോലെ തന്നെ കുട്ടിയുടെ ഹെൽത്തിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് മെന്റൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല മാനസിക നല്ല ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കണ്ടന്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പോഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കണ്ടന്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാല് കുട്ടികളില് ചെറിയ രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഇത് കുട്ടിയെ ഭയങ്കരമായിട്ട് വീക്കാക്കുകയോ അല്ലെങ്കിൽ വേണമെങ്കിൽ കുട്ടിയെ മരണാവസ്ഥയിൽ ആ ഒരു അവസ്ഥയിൽ വരെ എത്തിക്കാവുന്നതാണ്. അപ്പൊ ഡെഫിഷ്യൻസി, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് പലതരത്തിലുള്ള രോഗങ്ങൾ വരാം. കുട്ടി വീക്ക് ആവാം, കുട്ടി ഭയങ്കരമായിട്ട് എന്താ പറയാ ഡിസ്റ്റർബൻസിലാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുമൂലം സംഭവിക്കാം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? Okay, ma'am. Yes, ma'am. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ടോ? ആഡ് ചെയ്യാനുണ്ടോ എന്തെങ്കിലും? ഇല്ല. ഞാൻ അടുത്തത് വായിച്ചോളൂ കേട്ടോ. ഡയറ്ററി റിക്വയർമെന്റ്സ്. വായിച്ചതിന് ശേഷം നമ്മൾ ചെയ്യാം. ഒരാൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം.
വായിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഷോനിമ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഷോനിമ. യെസ് മാം, ഐ വിൽ ട്രൈ. ഒരു കുട്ടിയുടെ ന്യൂട്രീഷൻ നെസസിറ്റി വലിയ ആൾക്കാരെ, അഡൽട്സിനെ അപേക്ഷിച്ച് അവരുടെ ബോഡി സൈസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അവർക്ക് കൂടുതൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, കാൽസ്യം, ഫോസ്ഫറസ്, അയഡിൻ, അയൺ, അതൊക്കെ ഒരു നെസസറി കണ്ടൻസ് ആണ്. പിന്നെ അവർക്ക് ഒരു ഡേ 1690 കാലറി എനർജി സപ്ലിമെന്റ് മീൻസ് അത് കിട്ടണം. പ്രോട്ടീൻ ഒരു 30 ഗ്രാം ഡെയിലി, ആ രീതിയിലായിരിക്കണം. പിന്നെ പ്രീ സ്കൂളേഴ്സിനും അതുപോലെ അവർക്ക് സിറൽസ്, പസിൽസ്, വെജിറ്റബിൾസ്, ധാന്യങ്ങള്, ലീവ്സ്, അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു ന്യൂട്രീഷൻ ഡയറ്റ് പ്ലാൻ ചെയ്യണം. അവർക്ക് സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് 5 to 6 ഇയേഴ്സിന്. ഇതിൽ മിൽക്ക് പ്രൊഡക്ട്സ്, പിന്നെ കേർഡ്, പനീർ, പുഡിംഗ്. അപ്പോൾ അവർക്ക് കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് കൂടിയ ഫുഡ്സ് ആണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ അതിൽ ന്യൂട്രീഷനും കൂടി നോക്കണം. അവർ ഗ്രോ ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് അവർക്ക് വലിയവരെക്കാൾ കൂടുതൽ പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കിട്ടണം. ഇതൊക്കെയാണ് മാം എനിക്ക് മനസ്സിലായത്. പാരഗ്രാഫ് വായിച്ചായിരുന്നോ? വായിച്ചു. ഞാൻ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു കേട്ടോ ഷോനിമ. താങ്ക് യു മാം. ന്യൂട്രിഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് അവർക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ എപ്പോഴും അമ്മമാരെ അലട്ടുന്ന ഒരു പ്രോബ്ലം ആണ് എന്ത്, കുട്ടികൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, നമ്മള് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ചെല്ലുന്നത് അങ്ങനെ ആ തരത്തിലുള്ള ഫുഡാണോ എന്നത് അമ്മമാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണ്. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് കുട്ടികളില് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എന്താ പറയാ, കുറേയധികം, അതായത് അവര് ഗ്രോ ചെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം കണ്ടന്റുകൾ അവരുടെ ശരീരത്തിന് അല്ലെങ്കിൽ അവരുടെ ഓർഗൻസിന് ഒക്കെ എന്ത് ചെയ്തിരിക്കണം, കിട്ടിയിരിക്കണം. അപ്പൊ അതിനകത്ത് ആദ്യം തന്നെ ഇവിടെ പറയുന്നത് ബലമുള്ള അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോൺസ്, അസ്ഥികൾ ഉണ്ടാകുന്നതിന് കാൽസ്യം അതിന് സഹായിക്കുന്നു പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും ടീനേജേഴ്സ് ആണെങ്കിലും ആവശ്യമായിട്ടുള്ള മിനറൽസും വിറ്റാമിൻസും ഒക്കെ കുട്ടികൾക്ക് ലഭിച്ചിരിക്കണം. നല്ല ആരോഗ്യം വേണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, ഡെയിലി കുട്ടികളുടെ മീൽസിൽ ചില കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം. അത് കുട്ടികളുടെ ബോൺ സ്ട്രെങ്തിനും ഹാർട്ട് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷനും അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനും ശരിയായിട്ടുള്ള ഡൈജഷൻ നടക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കാൽസ്യം എന്ന് പറഞ്ഞാല് കാൽസ്യം എന്തിനാണ് സഹായിക്കുന്നത്? കുട്ടികളിലായാലും വലിയവരിലായാലും ബോൺ ഡെവലപ്മെന്റ്. ബോൺ ഡെവലപ്മെന്റ് ആണ് അല്ലെ. ബോൺ സ്ട്രെങ്ത് ആവുന്നതിന് വേണ്ടിയിട്ടാണ് കാൽസ്യം. എല്ലിനും പല്ലിനും നല്ലതാണ് കാൽസ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ, അതായത് കുട്ടികളുടെ ബോഡി സൈസിനും അതുപോലെ തന്നെ കുട്ടികളുടെ ആ ഒരു പ്രായത്തിനനുസരിച്ച് അവർക്ക് നമുക്ക് എന്ത് കൊടുക്കാം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കണ്ടന്റ് കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഇൻക്ലൂഡഡ് ആണ്, അതുപോലെ പ്രോട്ടീൻ വേണം, വൈറ്റമിൻസ് എ ബി സി ഡി ഉണ്ട് അല്ലെ. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി അല്ലെ. വൈറ്റമിൻ എ നമുക്ക് എന്താണ്? വൈറ്റമിൻ എ, വൈറ്റമിൻ എ എന്താണ്? കെമിക്കൽ നെയിം എന്താണ് വൈറ്റമിൻ എ? അറിയാമോ? ആർക്കറിയില്ല? ചെറിയ ക്ലാസ്സിലൊന്നും പഠിച്ചിട്ടില്ല? റെറ്റിനോൾ. റെറ്റിനോൾ ആണ് അല്ലെ. ഓക്കെ,
വൈറ്റമിൻ എ റെറ്റിനോൾ ആണ്. വൈറ്റമിൻ ബിയിലെ B1 എന്താണ്? B1 തയാമിനാണോ? തയാമിനാണ്. തയാമിൻ B1 എന്തിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? നമ്മുടെ തവിട് കളയാത്ത അരി ഉണ്ടല്ലോ, അതിനകത്താണ് കൂടുതലായിട്ട് B1 അടങ്ങിയിരിക്കുന്നത്. പിന്നെ അതുപോലെ B2 അറിയാമോ? B2 റൈബോഫ്ലാവിൻ എന്ന് പറയൂ കേട്ടോ. റൈബോഫ്ലാവിൻ. വൈറ്റമിൻ B3 നിയാസിൻ. വൈറ്റമിൻ B3 നിയാസിൻ. പിന്നെ അതുപോലെ വൈറ്റമിൻ B5 പാന്റോതെനിക് ആസിഡ്. വൈറ്റമിൻ B5 പാന്റോതെനിക് ആസിഡ്. വൈറ്റമിൻ B6 എന്താണെന്ന് അറിയാമോ? വൈറ്റമിൻ B6 കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല? പിരിഡോക്സിൻ. അടുത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വൈറ്റമിൻ B7. എന്താണ് B7? ബയോട്ടിൻ. B7 ബയോട്ടിൻ ആണ്. പിന്നെ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുള്ളൂ. വൈറ്റമിൻ B9 നിങ്ങൾ കൂടുതൽ പ്രഗ്നൻസി സമയത്തൊക്കെ കഴിച്ചിരിക്കുന്ന ഒരു ഇതാണ് ഫോളിക് ആസിഡ് കേട്ടോ, B9. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ B12 സൈനോകൊബാലമിൻ. വൈറ്റമിൻ B12 ആണ് സൈനോകൊബാലമിൻ. ഈ പറഞ്ഞതൊക്കെ വൈറ്റമിൻ ബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ് കേട്ടോ പറഞ്ഞത്. വൈറ്റമിൻസിന്റെ പേരുകളാണ്. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ സി ഉണ്ട്. വൈറ്റമിൻ സി എന്താണ്? ഞാൻ വൈറ്റമിൻ എ പറഞ്ഞു, വൈറ്റമിൻ ബി പറഞ്ഞു, ഇനി അടുത്തത് പറയുന്നത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഏതൊക്കെയാണ്? വൈറ്റമിൻ സി ചെറുനാരങ്ങ, ലെമൺ ഉണ്ടല്ലോ, ലെമൺ, ഓറഞ്ച്, ലെമൺ, അതിനകത്തൊക്കെ എന്താണ് കൂടുതൽ? വൈറ്റമിൻ സി ആണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കൂടുതൽ ഹെൽപ്ഫുൾ ഏതാണ്? വൈറ്റമിൻ സി ആണ് കേട്ടോ. വൈറ്റമിൻ സിനെ അസ്കോർബിക് ആസിഡ് എന്നാണ് പറയാ. അസ്കോർബിക് ആസിഡ്. ഓക്കെ. വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി നമുക്ക് ഏതിനകത്താണ് കിട്ടുന്നത്? വൈറ്റമിൻ ഡി സൺലൈറ്റ് എന്നാണ് കിട്ടുന്നത് അല്ലെ. നമുക്ക് വൈറ്റമിൻ D3യുടെ ഡെഫിഷ്യൻസി ഉണ്ടാകാറുണ്ട് അല്ലെ. അപ്പൊ ഡോക്ടർ എന്താ പറയാ? എന്ത് ടാബ്ലറ്റ് നമുക്ക് തരിക? വൈറ്റമിൻ ഡി ടാബ്ലറ്റ് തരും. അതുകൂടാതെ നമ്മളോട് രാവിലെയും വൈകുന്നേരവും കുറച്ചു നേരമെങ്കിലും സൂര്യപ്രകാശം ഏൽക്കാനായിട്ട്, വെയിൽ ഏൽക്കാനായിട്ട് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആരോടെങ്കിലും? വൈറ്റമിൻ D3യുടെ കുറവ് ആർക്കെങ്കിലും വന്നിട്ടുണ്ട് ഇതിനകത്ത്? യെസ് മാം, എനിക്ക് വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ ഒരു 3 months മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. വീക്ക്ലി വൺസ് ഒരു ടാബ്ലറ്റ് കഴിച്ച്, എന്നിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്തോന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ചെക്ക് ചെയ്യണം കേട്ടോ. 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഭയങ്കര കുറവാണെങ്കിൽ അത് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നതാണ്. ഓക്കെ. എനിക്ക് ഹെയർ ഫോൾ കൂടിയപ്പോഴാണ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തത് ഇത് ചെക്ക് ചെയ്ത് നോക്കണം. വൈറ്റമിൻ ഡിയുടെ കെമിക്കൽ നെയിമാണ് കാൽസിഫെറോൾ. കാൽസിഫെറോൾ ആണ് കേട്ടോ. കാൽസിഫെറോൾ. പിന്നെ വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇയുടെ ആബ്സെൻസ് കൊണ്ടാണ് വന്ധ്യത ഉണ്ടാകുന്നത്, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നത് വൈറ്റമിൻ ഇയുടെ ആബ്സെൻസ് കൊണ്ടാണ് കേട്ടോ. ഓക്കെ. Then vitamin K phylloquinol. Vitamin K phylloquinol. വൈറ്റമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നത്. നമ്മൾക്കിപ്പോ എന്തെങ്കിലും മുറിവ് വന്നു കഴിഞ്ഞാല് എത്ര നേരത്തേക്കായിരിക്കും ആ മുറിവ് ചോര പോയിക്കൊണ്ടേ ഇരിക്കുക? എന്തെങ്കിലും ഒരു മുറിവ് പറ്റി, ഇഞ്ചുറി പറ്റിയെന്ന് വിചാരിക്കും, എത്ര നേരം പോകും ചോര? ബ്ലഡ് എത്ര നേരം പോകും നമ്മുടെ ദേഹത്ത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ഒരു മിനിറ്റ് സെക്കൻഡുകൾ മാത്രം നിൽക്കുള്ളൂ അല്ലേ? അതിനുള്ളില് അത് ബ്ലഡ് തോട്ടാകും അല്ലേ? അപ്പൊ അതിനെ സഹായിക്കുന്നത് എന്താണ്? വൈറ്റമിൻ കെ ആണ്. ഓക്കെ, ഇത്രയുമാണ് വൈറ്റമിൻസ്. പിന്നെ അതുപോലെ തന്നെ കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ്. തസ്ലീന ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. തസ്ലീന, കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അയഡിൻ, അയേൺ, അതൊക്കെ എന്താണ് നമുക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കായാലും ആവശ്യമുള്ള കണ്ടന്റുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ 3 to 6 years പ്രായമുള്ള കുട്ടികൾക്ക് അവർക്ക് ഒരു ദിവസം കിട്ടേണ്ട എനർജി എന്ന് പറഞ്ഞാൽ 1690 കലോറിയാണ്. അതിനകത്ത് പ്രോട്ടീൻ 30 ഗ്രാമെങ്കിലും ഉണ്ടായിരിക്കണം എന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ സാധാരണ ഒരു മനുഷ്യന്റെ കലോറി എത്രയാണ് ഒരു ദിവസം നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടത്? എത്ര കലോറിയാ? കുട്ടികൾക്ക് 1690 പറയുന്നു അല്ലെ? അപ്പൊ സാധാരണ ഒരു മനുഷ്യന് എത്രയാണ്? നിങ്ങൾക്ക് എത്ര കലോറിയാണ് ഒരു ദിവസം എടുക്കുന്നത്, ഇൻടേക്ക് ചെയ്യാറുണ്ട്? കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ എത്ര കലോറിയാണ് നമ്മൾ കഴിക്കുന്നതെന്ന്? നോർമലി 1600 തൊട്ട് 3000 കലോറി അല്ലേ പെർ ഡേ അഡൾട്ട്സിന് വേണ്ടത്? നോർമലി 1600 പറ്റുമോ ഈ കുട്ടികൾക്കല്ലേ? 2100 അത്രയും കലോറി. മറ്റേതൊക്കെ ഡയറ്റ് ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ, 1500 അത്രയൊക്കെ വരുന്നത്. കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് 1690 കലോറി എങ്കിലും വേണം. വലിയവർക്ക് ആകുമ്പോൾ 2000, 2100 അത്രയും ഒരു കലോറിയുടെ ഉള്ളിലാണ് അത് വരിക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കാൽസ്യം, അതായത് നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ നല്ലതാണ് കാൽസ്യം എന്ന് പറയുന്നത്. കാൽസ്യം നമുക്ക് കിട്ടുന്നത് പലവിധ പ്രൊഡക്റ്റുകളിൽ നമുക്ക് കിട്ടാറുണ്ട്. മിൽക്ക് പ്രൊഡക്റ്റ്, പാലിൽ നിന്ന് കിട്ടാറുണ്ട്. അതുപോലെ പാലുൽപ്പന്നങ്ങള്, ഡയറക്റ്റ് പ്രൊഡക്റ്റുകള്, പിന്നെ അതുപോലെ തന്നെ സ്മോൾ ഫിഷസ്, ചെറിയ മീനുകൾ, ഇതൊക്കെ എന്താണ് കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഞങ്ങളുടെ ഇവിടെ ഒരു മീനുണ്ട്. ആ മീൻ നിങ്ങളുടെ അവിടെ ഉണ്ടാവും, നന്ദൻ എന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയാ. ഭയങ്കര കാൽസ്യം റിച്ച് ആണ് ആ മീൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഇവിടെ എന്താ പറയണത് എനിക്ക് അറിയില്ല കേട്ടോ. ഞങ്ങളിവിടെ നന്ദൻ തന്നെയാണ് മിസ്സേ, പക്ഷെ ആ മീൻ മേടിക്കൽ കുറവാണ്. മീൻ മേടിക്കാൻ, അതായത് ആ മീൻ ഭയങ്കര പാടാണ് നന്നാക്കാനായിട്ട് അല്ലെ? കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണോ? അതുകൊണ്ട് മേടിക്കാറില്ല. ചീപ്പ് റേറ്റ് ആണ് അതിന്. ഏറ്റവും കുറവ് വിലയാണ് ആ മീനുള്ളത്. അപ്പൊ മീൻ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് നമ്മൾക്ക് ആവശ്യത്തിലും കൂടുതൽ അവർ തരും. കാരണം അത് വിറ്റ് പോകാനും പാടാണ്, ആളുകൾ മേടിക്കാത്തത് കൊണ്ട്. നമുക്ക് 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ 1 കിലോ നന്ദൻ വരെ നമുക്ക് കിട്ടും. പക്ഷെ ആളുകൾ മേടിക്കില്ല. കാരണം അതിന്റെ ചിലമ്പല് കളയാൻ, അതിന്റെ പുറമേയുള്ള ഒരു ഇതുണ്ടല്ലോ, മീനിന്റെ ചിലമ്പൽ എന്ന് പറയില്ലേ നമ്മള്, അത് കളയാനായിട്ട് പാടാണ്. പിന്നെ ചെറിയ മീനുമാണ്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്ക് ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര കാൽസ്യം റിച്ച് ആണ്. അത് നമ്മൾ വേറൊരു സാധനം കൊടുക്കണ്ട, കറി വെച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. വറുത്ത് കൊടുത്തു കഴിഞ്ഞാല്, ഫ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് അതിന്റെ കണ്ടന്റ് കാൽസ്യം കണ്ടന്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ കറി വെച്ചാണ് കുട്ടികൾക്ക് കൂടുതലായിട്ട്. അപ്പൊ കാൽസ്യം കുറവുണ്ടെങ്കിൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു മീൻ എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ പേരൊന്ന് പറയോ മാം? ഞങ്ങളുടെ ഇവിടെ പറയുന്നത് നന്ദൻ എന്നാ പറയാ, നന്ദൻ. നല്ലൊരു പേര്. ആദ്യമായിട്ട് കേൾക്കുക. ആദ്യമായിട്ട് നിങ്ങളുടെ ഇവിടെ പറയുന്ന പേര് ഏതാണ്? സ്ഥലം ഏതാണ്? തസ്തി? കോഴിക്കോട്. നിങ്ങളുടെ ഇവിടെ വേറെ പേരിലായിരിക്കും അറിയപ്പെടാൻ. നെത്തോലി ആണോ? നത്തോലി അല്ല നത്തോലി, അതല്ല. മിസ്സേ, കോഴിക്കോട് നെത്തലാണോ? നെത്തൽ നെത്തലാണോ? കരിനന്ദൻ. അറിഞ്ഞിൽ അങ്ങനെ പറയാറുണ്ട്. അറിഞ്ഞിൽ എന്ന് പറയാറുണ്ട്. അറിഞ്ഞിൽ എന്ന് പറയാറുണ്ട് കേട്ടോ. നന്ദൻ എന്ന് പറയും, അറിഞ്ഞിൽ എന്ന് പറയും. പിന്നെ ഏതാണ് എനിക്ക് അറിയില്ല. നിങ്ങളുടെ അവിടെ എന്താണ് പറയുക? നിങ്ങളൊന്ന് ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കൂ, കാൽസ്യം റിച്ച് ആയിട്ടുള്ള മീൻ ഏതാണെന്ന്. അപ്പൊ അതിനകത്ത് ചിലപ്പോ വരുവാണെങ്കിൽ ചിലപ്പോ അറിയാൻ പറ്റും കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല എന്താ മുള്ളില്ലേ മിസ് അതിന്? ആ മീന് ചെറുതാണെങ്കിൽ മുള്ളുണ്ട്.
പിന്നെ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ മീനാണെങ്കിൽ ചെതമ്പലുണ്ട്, വലിയ രീതിയിലുള്ള ചെതമ്പല് കാണാൻ പറ്റും ഇതിനകത്ത്. അതുകൊണ്ടാണ് ആളുകൾക്ക് മടി നന്നാക്കാനായിട്ട്, കട്ട് ചെയ്യാനൊക്കെ. കാരണം അത് കുറെ ഉണ്ടാവും, നമ്മൾ മേടിക്കുമ്പോ കുറെ ഉണ്ടാവും. അതാരും മേടിക്കാത്തോണ്ടോ മിസ് വാരിക്കോരി കൊടുക്കണേ? അതെ അതെ, കൊഴുവയല്ല കേട്ടോ. കൊഴുവയ്ക്ക് നമുക്ക് ചെതമ്പല് കാണാൻ പറ്റില്ല, അതിനകത്ത് 1-2 ചെതമ്പലൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് എളുപ്പത്തിൽ അത് കട്ട് ചെയ്തെടുക്കാമല്ലോ കൊഴുവ. അതല്ല കേട്ടോ, അതിന്റെ തന്നെ കുറച്ചും കൂടി എന്താ പറയാ വണ്ണമുള്ള ടൈപ്പാണ്, കുറച്ചും കൂടി തടിയുണ്ട് എന്താ പറയാ ഈ മീന് കൊഴുവനേക്കാളും. ഏകദേശം അതേപോലെ തന്നെയാണ് ഇരിക്കുന്നെങ്കിലും കുറച്ചും കൂടി കട്ടിയുണ്ട് മന്ദൻ. വേളൂരി ഇല്ലേ മിസ്സേ? വേളൂരി അല്ല, വേളൂരി വേറെ ടൈപ്പ്, കൊഴുവ വേറെ, അതൊക്കെ വേറെ ടൈപ്പാണ്. ഏകദേശം അവരൊക്കെ ഇതൊക്കെ ഞങ്ങളെ സ്ഥലത്തിന്റെ പേരാ, വേളൂരി എന്നൊക്കെ. ക്ലാസ്സിലെ മീനുകളുടെ പേര് മീൻ കച്ചവടം ഗൂഗിൾ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ ഗൂഗിൾ ചെയ്തു മാം, പക്ഷെ കിട്ടുന്നില്ല അത്. പക്ഷെ വേളൂരിയാണ് മാം. കൂടുതലും എറണാകുളം സൈഡിലേ ഉണ്ടാവുള്ളൂ തോന്നുന്നു. കോഴിക്കോടും മലപ്പുറത്തും ഒന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ലാന്ന് തോന്നുന്നു മിസ്സേ. നന്തൽന്ന് അടിക്കുമ്പോ മാന്തൽന്നാ വരുന്നേ. ഞാനത് അടിച്ചു നോക്കിയപ്പോ വേളൂരിയാണ് വന്നത്. അതാണോ? വേളൂരി അല്ല, പക്ഷെ അതിന്റെയൊക്കെ പോലെ, പക്ഷെ ഇതിന് നല്ല മുള്ളുണ്ട്, വിരിഞ്ഞ് നിക്കണ മീനാ. ആണല്ലേ? ഞാൻ നോക്കട്ടെ, ഇത് ഫോട്ടോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. കിട്ടട്ടെ, സംഭവം കയ്യിൽ കിട്ടട്ടെ. ചിലര് കമന്റ് ചെയ്യുന്നുണ്ട് മത്തിയാണോ? മത്തിയൊന്നും അല്ല കേട്ടോ, മത്തിയൊക്കെ വേറെയാണ്. ഓക്കെ, നമുക്ക് എന്നാല് ഇനി ബാക്കി പറയാം. അപ്പൊ കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി അത് കൂടാതെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ധാരാളം ഫുഡുകളുണ്ട്. നമുക്ക് നാരുകൾ അല്ലെ, നാരുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ കുട്ടികളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അത് ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിൽ ഫൈബേഴ്സ് ഉണ്ട്, വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ ഫൈബേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പൊട്ടാസ്യം, മഗ്നീഷ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ബ്രക്കോളി, അവോക്കാഡോ, ഓട്സ്, ബീൻസ്, അമരാന്തസ്, ഇതിനകത്തൊക്കെ ഫൈബേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇതിനാണ് ബ്രക്കോളിയിലുണ്ട് ഫൈബർ, അവോക്കാഡോയിലുണ്ട് ഫൈബർ, ഓട്സ് എന്ന് പറഞ്ഞാല് ഫൈബർ റിച്ച് ആണ് അല്ലെ, ഓട്സിൽ കാണാൻ പറ്റും, പിന്നെ ബീൻസിൽ കാണാൻ പറ്റും, പിന്നെ അമരാന്തസ്, ഇതിനകത്തൊക്കെ ഫൈബറുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷനും അതുപോലെ തന്നെ എനർജിക്കും ഹാർട്ട് ഹെൽത്തിന്റെ അത് പ്രൊമോട്ട് ചെയ്യാനും നെർവസ് സിസ്റ്റത്തിന്റെ ഒക്കെ ഫംഗ്ഷന് വിറ്റാമിൻ ബി എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ്. വിറ്റാമിൻ B1 ഞാൻ പറഞ്ഞു, വിറ്റാമിൻ B1 ഇതിനകത്ത് കാണപ്പെടുന്ന കൂടുതലായിട്ട് B1 എന്നതാ കൂടുതലായിട്ട് പറഞ്ഞത് ഞാൻ? തവിട് കളയാത്ത അരി ഉണ്ടല്ലോ, അതിനകത്താണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ B1. ഓക്കെ, അത് നെർവസ് സിസ്റ്റത്തിന്, നമ്മുടെ ഞരമ്പിന്റെ നാഡീ വ്യവസ്ഥയ്ക്ക് നല്ലതാണ്, നമ്മുടെ ഡൈജഷന് നല്ലതാണ്, എനർജി ഹാർട്ട് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ നല്ലതാണ്. പിന്നെ വിറ്റാമിൻ B12 അതിന്റെ സോഴ്സ് ആണ് മീറ്റ്, എഗ്, ഫിഷ്. ഏതൊക്കെയാണ്? മീറ്റ് ഉണ്ട്, എഗ് ഉണ്ട്, ഫിഷ്. ഇത് ഏതൊക്കെയാണ്? വിറ്റാമിൻ B12ന്റെ സോഴ്സ് ആണ് കേട്ടോ. പിന്നെ വിറ്റാമിൻ ഡി നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഏതാണ് വിറ്റാമിൻ ഡിയുടെ സോഴ്സ് എന്ന് പറയുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിറ്റാമിൻ ഡി. ഇതിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിൻ ഡി സൺലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ അയൺ അടങ്ങിയിട്ടുള്ള ചില ഭക്ഷണങ്ങൾ നമുക്ക് ഇവിടെ നോക്കാം. അയൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഇരുമ്പ് അല്ലെ, നമ്മുടെ ശരീരത്തിലെ രക്താണുക്കൾ RBC ഉണ്ട്, WC ഉണ്ട്, ശ്വേത രക്താണുക്കളും ഉണ്ട്, അതുപോലെ തന്നെ കരുണ രക്താണുക്കളും ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. RBC ഉണ്ട്, WBC ഉണ്ട്. അപ്പോ ഈ രക്താണുക്കൾക്ക് ഇരുമ്പിന്റെ സാന്നിധ്യം കാരണമാണ് ഓക്സിജൻ വഹിക്കാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ഓരോ സെൽസിലും അല്ലെങ്കിൽ ഓരോ രക്താണുക്കളിലും എന്തുണ്ട്? ഓക്സിജൻ വഹിച്ചുകൊണ്ട് പോകാനുള്ള കഴിവുണ്ട് അല്ലെ. അപ്പോ ഈ ഓക്സിജൻ വഹിക്കാൻ പ്രധാനമായിട്ടും എന്ത് വേണം? ഇരുമ്പിന്റെ കണ്ടന്റ് ആവശ്യമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഇരുമ്പിന്റെ, അതായത് ഈ അയേണിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് റെഡ് മീറ്റ് ഉണ്ട്,
അമരാന്തസ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാബേജ് ഉണ്ട്, അതുപോലെ തന്നെ ബീൻസ്. ഇതൊക്കെ അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കേട്ടോ. നോട്ട് ചെയ്യുന്നില്ലേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ? ഓക്കെ, റെഡ് മീറ്റ് ഉണ്ട്, അമരാന്തസ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, ബീൻസ് അയൺ കണ്ടന്റ് ഉള്ളതാണ് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം പറയുന്നത് വെച്ചാല് 5 or 6 ചെറിയ, അതായത് നമ്മള് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മള് ഒരുമിച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരുമിച്ച് അവർക്ക് കൊടുക്കാതെ, അതായത് കൂടുതൽ ഫുഡ് അവർക്ക് കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് ചില ബ്രേക്ക് എടുത്തിട്ട് 5 or 6 ടൈംസില് അവർക്ക് ലഘുവായിട്ട് ഭക്ഷണം കൊടുക്കാനായിട്ട് നമ്മള് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ രാവിലെ, ഉച്ചയ്ക്ക്, ഈവനിങ്, വൈകുന്നേരം ഇങ്ങനെ നമ്മൾ കൊടുക്കുമല്ലോ. അതിനെ നമ്മൾ 5 or 6 പാർട്ടുകളോ ആക്കി മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ കൊടുക്കുന്ന ഭക്ഷണം, ഫുഡ് എന്ന് പറയുന്നത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോ ഇങ്ങനെ കുട്ടികൾക്ക് അതായത് നമ്മൾ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്താല് കുട്ടികൾ കൂടുതൽ അത് കഴിക്കുന്നതാണ്. പിന്നെ പ്രീ സ്കൂളിൽ വെച്ച് തന്നെ നമുക്ക് കുട്ടികളുടെ ഫുഡ് പ്ലാൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കുട്ടികളുടെ ഭക്ഷണത്തിൽ നമ്മൾ വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക, അതുപോലെ മിക്സഡ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, പിന്നെ ഫ്രൂട്ട് ക്രീം, അതുപോലെ തന്നെ ലസ്സി, ഹൽവ, ക്യാരറ്റ് ഹൽവ, പിന്നെ അതുപോലെ തന്നെ മിൽക്ക് ഷേക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുട്ടികൾ അത് കൂടുതലായിട്ട് കഴിക്കുന്നതായിട്ട് കാണാം. എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, വെജിറ്റബിൾസ് കുട്ടികളിൽ എത്തിക്കാനായിട്ട് നോക്കേണ്ടതുണ്ട്. നിങ്ങൾ എന്ത് രീതിയാണ് ഫോളോ ചെയ്യുന്നത് കുട്ടികൾക്ക് വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്? ഏത് രീതിയാണ്, ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? കുട്ടികൾ ഡയറക്റ്റ് ആയിട്ട് വെജിറ്റബിൾസ് കഴിക്കാറുണ്ടോ? നിങ്ങളുടെ കുട്ടികള് ഡയറക്റ്റ് ആയിട്ട് വെജിറ്റബിൾസ് കഴിക്കാറുണ്ടോ? സലാഡ് ഉണ്ടാക്കി കൊടുക്കും. എന്താണ് ജസ്മി? സലാഡ് ഉണ്ടാക്കി കൊടുക്കും. അതിന്റെ റെസിപ്പി ഒന്ന് പറയാമോ? റെസിപ്പിയോ? കുക്കുംബർ, കാബേജ്, പിന്നെ കസ്, കുരുമുളക് പൊടി അതിലിടുക. പിന്നെ എന്നിട്ടൊരു നാരങ്ങ വീഞ്ഞിട്ട് സലാഡ് രൂപത്തിലാക്കുക. കപ്സിന്റെ കൂടെ, മന്തിന്റെ കൂടെ ഒക്കെ, ചപ്പാത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാം. കുട്ടികൾ കഴിക്കാറുണ്ട് അല്ലെ? ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഓ. ഇനി ഡയറക്റ്റ് ആയിട്ട് കഴിക്കാത്ത എത്ര കുട്ടികളുണ്ട്? ഡയറക്റ്റ് ആയിട്ട് കഴിക്കാത്തത് അവർക്ക് നിങ്ങൾ ഏത് രൂപത്തിലൊക്കെയാ കൊടുക്കുന്നത്? ചില കുട്ടികൾ ഡയറക്റ്റ് ആയിട്ട് കഴിക്കില്ല വെജിറ്റബിൾസും. അങ്ങനെയുള്ള ആരെങ്കിലും കൂട്ടത്തില് കുട്ടികളുണ്ടോ? അതെ മിസ്സേ, എന്റെ കൊച്ചുങ്ങൾ രണ്ടുപേരും കഴിക്കത്തില്ല. പാലിനകത്ത് കലക്കി മിക്സിയിലിട്ട് അടിച്ചിട്ട് ഞങ്ങൾ പാലായിട്ട് കൊടുക്കുന്നു കൊച്ചിന്. കൊടുക്കുന്നത് അല്ലേ? നമുക്ക് കുറേയധികം ട്രിക്കുകളൊക്കെ ഉപയോഗിക്കാം അല്ലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്? എന്തൊക്കെ ട്രിക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നും പറയാനില്ലേ? സാൻഡ്വിച്ച് ആക്കിയിട്ട് കൊടുക്കും. സാൻഡ്വിച്ച് ആക്കിയിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ കഴിക്കും അല്ലെ? ചില കുട്ടികൾ വെജിറ്റബിൾസ് അതിൽ നിന്ന് എടുത്ത് കളയുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ടോ? നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും. സ്റ്റാർട്ടിങ് ഞാൻ എന്റെ മോൾക്ക് കൊടുത്തത് അതിന് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്, വെജിറ്റബിൾസ് മൊത്തം. അതെയോ? അവള് ഇപ്പോഴും സ്റ്റിൽ ഈ വെള്ളരിക്കം അതെല്ലാം ചിക്കൻ എന്ന് പറഞ്ഞിട്ടേ കഴിക്കലില്ല ഇപ്പോഴും. അപ്പൊ അതിൻ്റെതൊന്നും മാറ്റമില്ല. ഗ്രാംസും അങ്ങനെ, അതും ചിക്കന്റെ ചെറിയ ചെറിയ പീസ് അതിന് ചോപ്പ് ചെയ്തിട്ട് ഇട്ടിട്ടില്ലേത്. അപ്പൊ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ചിക്കന്റെ മാതിരി ആക്കി കൊടുത്താൽ ഇപ്പോഴും കഴിക്കും, പ്രശ്നമൊന്നുമില്ല. ചിലര് കണ്ടിട്ടില്ലേ നിങ്ങള് ഈ ചെറുപയറൊക്കെ ഈ നമ്മളെ ദോശമാവില് അരച്ച് മിക്സ് ചെയ്തിട്ട് ദോശയൊക്കെ ചുടാറുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഉണ്ടാക്കാറുണ്ട് മാം. ഉണ്ടാക്കാറുണ്ട് അല്ലേ? പിന്നെ വെജിറ്റബിൾസ് എന്താ?
ബീറ്റ്റൂട്ട് ബീട്രൂട്ട് അത് തന്നെ. ബീട്രൂട്ട് ഒക്കെ അരച്ച് അതിനകത്ത് കലക്കി ചേർക്കാറുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളത് അറിയാറുണ്ടോ? യെസ് മാം, കളർ മാറുമ്പോക്ക് ഒബ്വിയസ്ലി പറയും ഇതെന്തോ ചേർത്തിട്ടുണ്ട്. ഇതെന്തോ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും അല്ലെ? ഓക്കെ. ഞമ്മ പിന്നെ കുക്കുംബർ ആഡ് ചെയ്യൂ ദോശക്ക്. അപ്പൊ ദോശ എന്തായാലും വൈറ്റ് അല്ലേ ഉണ്ടാവും. ചെറുങ്ങനെ കളർ മാറിയിട്ട് നമുക്ക് ഇതെന്തോ ആഡ് ചെയ്തിന്, ഞാൻ കഴിക്കൂലാന്ന് പറഞ്ഞിട്ട് പറയും. അങ്ങനെ ഉണ്ടാവാം. ശരിയാണ് പറഞ്ഞത്. ചില സൂത്രക്കാര് കുട്ടികളുണ്ട്, പെട്ടെന്ന് കണ്ടുപിടിക്കും. ചിലവര് കഴിക്കും കേട്ടോ. അവർക്ക് ഭയങ്കര നല്ല രീതിയിൽ അവർക്ക് ചെയ്തു കൊടുത്താലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനൊക്കെ. ഫ്രൂട്ട് ക്രീം ഉണ്ടാക്കാറുണ്ടോ നിങ്ങള്? എന്താ? ഈ ഫുഡ് ടേസ്റ്റ് മാറുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പെട്ടെന്ന് മനസ്സിലാവും. ബുദ്ധിമാന്മാരാണ് അല്ലെ? ഭയങ്കര ബുദ്ധിയുള്ളവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാല്. ഫ്രൂട്ട് ക്രീം ഉണ്ടാക്കാറുണ്ടോ? ഫ്രൂട്ട് ക്രീം, ഫ്രൂട്ട്സ് വെച്ചിട്ട് ചില കുട്ടികൾ ചില ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ല. അപ്പൊ അതൊക്കെ അവരുടെ ശരീരത്തിൽ എത്താൻ വേണ്ടിയിട്ട് ചില അമ്മമാർ എന്ത് ചെയ്യാറുണ്ട്, ഫ്രൂട്ട് ക്രീം ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഫ്രൈഡ് റൈസിൽ വെജിറ്റബിൾസ് മൊത്തം കുട്ടികൾ എന്താ ചെയ്യുക? അവര് കഴിക്കാറുണ്ടോ? സൈഡ് എടുത്തിട്ട് വെക്കാം. റൈസേ കഴിക്കും, വെജിറ്റബിൾ സൈഡ് ഉണ്ടാവും. സൈഡിൽ ഉണ്ടാവും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സ്വീറ്റ്സ് കണ്ടെയ്നിങ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കാറുണ്ട് അല്ലെ? ഓക്കെ. പിന്നെ ലസ്സി, മിൽക്ക് ഷേക്ക്, ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അവര് കഴിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കാം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ എത്രയും പെട്ടെന്ന്. അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് ഇതൊക്കെ അവരുടെ ഉള്ളിൽ എത്താൻ വേണ്ടി. ക്യാരറ്റ് ചിലപ്പോൾ വേവിച്ചു കൊടുത്താല് കുട്ടികൾ കഴിക്കണമെന്നില്ല, അല്ലെങ്കിൽ കറി വെച്ച് കൊടുത്താല് കുട്ടികൾ കഴിക്കണമെന്നില്ല. പകരം ഇത്തരത്തിലുള്ള സൂത്രപ്പണികളൊക്കെ ചെയ്തിട്ട് കുട്ടികളുടെ ഉള്ളിൽ എത്തിക്കാൻ നോക്കാം. ഹായ്, എന്താ വാവയുടെ പേരെന്താ? എത്ര വയസ്സായി കുട്ടിക്ക്? അവക്ക് 1.5 വയസ്സ്. അമ്മ പഠിക്കുന്ന നോക്കിയിരിക്കുവാണല്ലേ? അവള് കൊറേ നേരമായിട്ട് ഹായ് ഹായ് എന്ന് പറഞ്ഞോണ്ടിരിക്കുവാണ്. പേരെന്താ? മമ്മൂട്ടിന്റെ പേരെന്താ? കേട്ടില്ല. വെർണീറ്റ. ഓക്കെ, നല്ല പേരാണ് കേട്ടോ. ഇവളെങ്ങനെയാന്ന് അറിയാമോ മിസ്സേ? ഞാൻ ഒരു ദിവസം ബീട്രൂട്ട്, ഞാൻ പ്രഗ്നന്റ് ആയിരുന്നേ, അപ്പൊ ബീട്രൂട്ട് വന്നിട്ട് ജ്യൂസ് ഉണ്ടാക്കി മറ്റേ മെറാണ്ട കുപ്പിനകത്ത് ഒഴിച്ച് ശരി കളിപ്പിച്ച് കൊടുക്കാന്ന് പറഞ്ഞു. അവന്റെ കളറ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ട് ഇവളെ തൊട്ടു പോലും ഇല്ലത്. പെട്ടെന്ന് കണ്ടുപിടിക്കുള്ളൂ. എങ്ങനെയാന്ന് അറിയത്തില്ല. അത് എന്താണ് ഇപ്പൊ മരുന്നൊക്കെ ആണെങ്കിലും കൊടുത്താൽ കുടിക്കത്തേ ഇല്ല. ജ്യൂസ് മാത്രമേ ഇറങ്ങത്തുള്ളൂ ഇവൾക്ക്. ചെറിയ ബേബി പറയുന്നുണ്ട്. അത് ഇന്ന് കിടന്ന് കരയും. അതാ. ഓക്കെ, അപ്പൊ നമുക്ക് സമയമായി. ആരാണ് സൈൻ ഔട്ട് ചെയ്യുക? ബാക്കി പിന്നെ പറയാട്ടോ. അടുത്ത ക്ലാസ്സിൽ പറയാം. പറയട്ടെ മാം. പറഞ്ഞോ. Good afternoon, Ashri ma'am. Good afternoon, my dear friends. I am Sri Lakshmi Mithun, and I am signing out of today's online section. Ma'am, as we come to the end of today's class session, I would like to thank you for your guidance and support throughout the lesson. Your explanation and examples helped us understand the foods and nutrition needs for children and dietary requirement for children, and we appreciate the time you took to answer our questions. I would like to summarize what we learned today. We discussed first, food and nutritional needs for children. Just like the 0 to 3 years age group and 3 to 6 year olds also have their own nutritional needs. A well-nourished child has normal weight for the height and age, is alert, active, and happy and curious. And dietary requirement for children. The nutritional necessity of children depends upon their body size, which is much higher than those for adults. Carbohydrate, protein, vitamin A, B, C, and D, calcium, phosphorus, iodine, and iron are dietary requirements for children.
And thank you again, ma'am, for a great class section. We are looking forward to the next one. Thank you for the class, and I will see you next time. Thank you all. Bye-bye. Thank you, Miss. Thank you. Thank you, ma'am. Thank you, ma'am. Thank you. Thanks a lot. Thank you. Thanks so much.